അതായത് നമ്മളിപ്പോ ജെമിനി, ചാറ്റ് GPT ഇങ്ങനത്തെ AI സാധനങ്ങളില്ലേ, ഇതിനോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കുവാണ് ഇന്നൊരു സാധനം എന്ന് പറയാന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും, നമ്മളെപ്പറ്റി പറഞ്ഞുതരും, നമ്മളെപ്പോലെ തന്നെ പെരുമാറുന്ന ടൈപ്പ് ക്ലോൺ പോലെയൊക്കെ എന്താ പറയണ്ടേ, ഡീപ് ഫേക്ക് എന്നൊക്കെ പറഞ്ഞത് അല്ലേ, എന്തൊക്കെയോ ചെയ്യുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്. അപ്പോ ഇവിടുത്തെ പോലീസുകാരോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. തെളിയിക്കാൻ പറ്റാത്ത വല്ല കേസുണ്ട് ചാറ്റ് GPTയോടും ജെമിനിയോടും ഒക്കെ ചോദിക്കും, ചിലപ്പോൾ അത് തെളിയിച്ചു തരും. ഉള്ള കാര്യമാണ്. കാര്യമായിട്ടൊന്നും തപ്പാവോ, അത് കിട്ടുന്നുണ്ടാവും. ഇവിടെ ചുമ്മാ ഇവന്മാർക്ക് വല്ലതും അറിയാവോ? ആകെ അറിയാം മാറാട്ടണ്ണനെയും പെരേരയും എന്നെയൊക്കെ പിടിക്കും, തൊപ്പിയെ പോയി ചവിട്ടി പൊളിക്കും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ അടക്കും. ഒരുപാട് കേസുകൾ തെളിയിക്കാൻ പറ്റും, പല ക്രൈമും തടയാൻ പറ്റും. അതാണ് AI വരുന്നതുകൊണ്ടുള്ള ഗുണം. അത് ഇവിടെ ഉപയോഗിക്കാൻ അറിയത്തില്ല, പിന്നെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒന്ന് പഠിക്കാൻ പറയും. ഇവന്മാരിപ്പോഴും പഴയ സിസ്റ്റത്തെ ഇരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന തുണ്ടുണ്ടാക്കാൻ കിസ് ചെയ്യുക അങ്ങോട്ടും. അത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാ. കണ്ടില്ലേ ഇങ്ങനെ കാമുകി കിസ് ചെയ്തത്, ഉടനെ എല്ലാവരും എടുത്ത് കിസ് ചെയ്ത്. ഇതോടെ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി, ഞാൻ നല്ലപോലെ കിസ് ചെയ്തു. ഈ എത്ര എണ്ണത്തിനെ കിസ് ചെയ്യുന്നറിയില്ല, കിസ് ചെയ്യും. എന്നിട്ട് അത് കണ്ട് വാണം വിടും. ഞാൻ കിസ് ചെയ്യുന്ന കാണുമ്പോഴാണല്ലോ എനിക്ക് സുഖം. അതെങ്ങനെയുണ്ട്? ഫോണിനകത്തൊക്കെ അഭിനയിക്കാൻ പോയി കിസ്സിങ് പോരും, നമ്മളെ പിടിച്ച് അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്ന് കാര്യമായിട്ട് ആലോചിക്കാനുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ AIയിലോട്ട് മാറുവാണല്ലേ അല്ലേ, ചിലപ്പോ ഇവിടെ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഇവരൊന്ന് നോക്കിയാൽ മതി, അല്ലാതെ ഇവരായിട്ടൊന്നും ഉണ്ടാക്കണ്ട. ശരിക്കും മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പണ്ട്, ടോം ക്രൂസിന്റെ. അതിനകത്ത് ഇത് തന്നെ AI വെച്ചിട്ട് ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് തടയും. അത് തന്നെ, അത് കൊള്ളാം, അത് ശരിയാ. അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റി അന്വേഷിക്കും. എനിക്കായാലും ഇതിനുള്ള സമയമില്ല, എനിക്ക് അതിനുള്ള വിവരമില്ല. എല്ലാം ഞാൻ ചെയ്യാൻ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അറിയാവുന്നവരുണ്ടോന്ന് ചോദിക്കും. വേറെ പുറത്തെടുക്കും. വേറെ പിള്ളേർ സെറ്റൊക്കെ ഈ മൊരടിച്ചിരിക്കുന്നവന്മാർ മറ്റേ PSCക്കാരും ഒക്കെ കൂടി ഉണ്ടാക്കുന്ന തെളിവെടുപ്പായതുകൊണ്ടേ ട്രൈപോഡും മൈക്കും ഒക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേടായി ഇവനൊക്കെ. എന്നിട്ട് ശബരിമല പോകും മോഹൻലാലിൻ്റെ കൂടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം നിൽക്കും, MDMA കേസ് കള്ളക്കേസ് ഉണ്ടാക്കും. കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ മോഹൻലാലിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നിട്ട് അയാളുടെ മോഹൻലാലിന്റെ റീൽ ഉണ്ടാക്കി കളിക്കുക. ഇതൊക്കെ തിരുവല്ല CI സുനിൽകുമാർ ചെയ്തത്. ആണ് മോഹൻലാൽ ഫാനാണ് അയാൾ. എന്തൊരു മണ്ടത്തരമായിരിക്കും എന്ന് ആലോചിക്കുക. ഒരു മോഹൻലാൽ ഫാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളൊരു മണ്ടത്തരം കാണിക്കും. ഒരുപാട് മണ്ടത്തരം കാണിക്കും കേട്ടോ, ഒന്നൊന്നും അല്ല, കുറെ മണ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. എല്ലാവർക്കും നല്ല മതിപ്പാ. ചിലത് പുറത്തു വരും, ചിലത് പുറത്തു വരും. പക്ഷെ ഇനിയും വരാൻ കിടപ്പുണ്ടാവും, ഉറപ്പല്ലേ. എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും. എവിടെല്ലാം എന്തെല്ലാം വരാൻ കിടക്കുന്നു. സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വരുന്നിട്ടുണ്ട്. 4 പുറത്ത് വന്നിട്ടുണ്ട്. 4 വന്നിട്ട് ഇനിയും വരും. ഇപ്പൊ എന്തോരം സാധനം പുറത്തു വരാതെ കിടപ്പുണ്ട്. ഏതോ ഒരു MLA കൂടെ ഏതോ ഒരു സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടി നടത്തിയിട്ടുണ്ട്. അതിനും കിട്ടും ഇപ്പൊ. അതൊക്കെ ആ നാട്ടുകാർ പറയുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ എല്ലാരും വന്ന് പറയുക ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ അങ്ങനെ ചെയ്തു. പിന്നെ മറ്റേ കള്ളക്കേസ് പയ്യനെ കഥ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പനും മോനോട്. എന്നിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് സെറ്റിൽമെന്റ് ചെയ്യുന്നപ്പോൾ CCTV വിഷയം എടുത്ത് അവർ പുറത്തിട്ട് നാണം കെട്ട് നാറിപ്പോയി. എന്റെ ഒരു ഫോട്ടോ ഇട്ട് കളിച്ച ഒരു ദിവസം, ഏത് ആ ലോക്കപ്പ് നിർത്തി ഫോട്ടോ എടുപ്പിച്ച ഒരുത്തനെ അയപ്പിച്ച് അവനങ്ങ് സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് തൊലിച്ചപ്പോ ഏണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ചു. ഈ പൊട്ടന്മാരാണ് ഇവന്മാർ ഇങ്ങനെ പൊട്ടനാവുന്നേ. ഒരു മനുഷ്യൻ എന്തൊരു പൊട്ടനായിരിക്കും അല്ലേ? സോഷ്യൽ മീഡിയയിലോട്ട് ഇടാവോ? അവിടെ ലോക്കപ്പ് നിൽക്കുന്ന ആ ലോക്കപ്പ് നിൽക്കുന്ന ആടെ ഫോട്ടോ എങ്ങനെയാ പുറത്തു വന്നത്? പോലീസുകാരെടുത്ത ഫോട്ടോ ആരൊക്കെ എടുത്തെന്നുള്ള CCTV നോക്കി അറിയാം. പക്ഷെ അതിനൊന്നും പോകുന്നില്ല. ഇവന്മാര് തെണ്ടികളായതുകൊണ്ട് തെണ്ടിത്തര കാണിക്കത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം തെണ്ടിത്തര നടക്കുന്നതെന്ന്. കുറെ തെണ്ടികളും കൂടി വേറൊരു തെണ്ടിയെ പിടിച്ച് നിർത്തിയിട്ട് തെണ്ടിത്തരം കാണിക്കുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, വേറൊന്നിനും കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒന്നും നമ്മളും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ഹ്യൂമൻ റൈറ്റ്സ്? പിന്നെ എന്നാ ഇവരെല്ലാണ്ട് മിടുക്കന്മാരാ. അവന്മാരെ നക്കി നാറ് ജീവിക്കുക. അത് തന്നെ. അവനൊക്കെ പാലാട്ടി നടക്കുന്ന മോഹൻലാലിന്റെ തീട്ടം നിന്ന് നടക്കുന്നവനൊക്കെ എന്ത് ചെയ്യാനാ ഇതിൽ കൂടുതൽ? അവനെ കൊണ്ട് അവൻ തന്നെ അധപ്പതിച്ചു പോയി, മനസ്സിലായോ? അപ്പൊ പിന്നെ അവന് വേറൊരാളോട് എന്ത് ചെയ്യാ? ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറാൻ പറ്റത്തുള്ളൂ. അവന്റെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ, മനസ്സിലായോ? അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. പിന്നെ അങ്ങോട്ട് വാർത്തക്ക് എന്റെ ഭാര്യ വിളിച്ചിട്ട് ഞാനിപ്പോ ഏഷ്യാനെറ്റ് വരുന്നു. ഇപ്പൊ തന്നെ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറിലൊക്കെ വന്ന് ആഴ്ച വരുവാ. കഴപ്പങ്ങ് മാറി, ഫെയിമായി. എന്നാ ഫെയിമാ, എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇയാളെ. ആദ്യമായിട്ട് വന്ന എന്റെ ഫ്രെയിമില് എന്നെ കൂടാ എങ്ങനെ രക്ഷപ്പെടായിരിക്കും. പൊട്ടനായിട്ടുള്ളൊരു പോലീസുകാരൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടത്തരം കാണില്ല. പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം നിൽക്കുവോ? അത് അതിന്റെ ബോധമില്ല അതിനുള്ള. അയാൾ പൊട്ടനാന്നാ തോന്നുന്നത്, അല്ലാതെ പാവമൊന്നുമല്ല, മണ്ടനാണ്ടാ. അല്ല ഇങ്ങനെ ചെയ്യത്തില്ല. ഒരു പോലീസ് ഓഫീസർക്ക് അറിയത്തില്ല അതിന്റെ ഒരു സിവിയറിറ്റി എന്താണ്.
അങ്ങനെ ചെയ്യാവോ? അതറിയാത്തൊരുത്തൻ മോഹൻലാലിന്റെ കൂടെ പോയേക്കോ ശബരിമല തെണ്ടാൻ. പാവം കഷ്ടമുണ്ടല്ലേ. ഇങ്ങനത്തെ ഊളത്തിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ള റീൽസ് ഉണ്ടാക്കുക, കഥ എഴുതിയിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. സിനിമാ പ്രേമിയാ, മനസ്സിലായോ? സിനിമയ്ക്കകത്ത് എങ്ങനെയും കയറണം. അതിനല്ലേ ഫാനുമായി പോയി. ലെസൺ സ്വാമിയെ കാണുന്നു. ലെസൺ സ്വാമിയെ കൊണ്ട് കഥ പറയാൻ പോയതാ. അതുകൊണ്ട് വലിയ ക്രൈം സ്റ്റോറി ഉണ്ടാക്കി വെച്ചു. വല്ല തീട്ട കഥയായിരിക്കും, ഉറപ്പല്ല. ഇയാളല്ലേ എഴുതിയിരിക്കുന്നത്. ഇയാളുടെ ട്രൈപോഡും മൈക്കും ഒക്കെ എടുത്തോണ്ട് പോകുന്ന ഒരു പോലീസ് ഓഫീസറെ, അതും ഡ്യൂട്ടിയില്. മനസ്സിലായത് എനിക്ക്. ഇത് കഥയല്ല, അയാൾ എഴുതിയ കഥയോ അല്ല അങ്ങനത്തെ മണ്ടത്തിലല്ല അയാൾ കാണിച്ചേക്കുന്നത്. കഥയപ്പോ എന്തൊരു വിടുത്തരമായിരിക്കും. കാരണം ഇങ്ങനൊരു തലയിലല്ലേ ഇത് വരുന്നേ. അയാളല്ലേ ഈ കേസ് അന്വേഷിച്ച് പോയിട്ട് ട്രൈപോഡും മൈക്കും പിന്നെ എന്താ എടുത്തത്? ഏതാണ്ടൊക്കെ എടുത്ത് ഗിംബല് ഇതൊക്കെ എടുത്തേക്കുവാ. തെളിവാന്ന് യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയില് എഴുതിയേക്കുന്നത് പബ്ലിക് ന്യൂസൻസ്, പിന്നെ എന്തോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉപയോഗിച്ച് വാക്ക് ഉപയോഗിച്ചെന്ന് ആണ്ടൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. ആരാധകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് എഫ്ഐആർ എഴുതിയേക്കാ. നല്ല കിടിലൻ ടീം. എന്ത് മോഹൻലാലിന്റെ ആരാധകരിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് കലാപം സൃഷ്ടിക്കാൻ. എന്നെ തൊലിഞ്ഞ ഐറ്റമാണ് ഇതൊക്കെ. അതൊക്കെ എടുത്തിട്ട് ഇയാൾ എങ്ങനെയാണ് ഈ സർവൈവ് ചെയ്യുന്നത് ഇത്ര നാൾ? ഇങ്ങനത്തെ കള്ളത്തെ കേസ് ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ ഇത്ര നാൾ ജീവിച്ചത്. അതേപോലെ MDMA കേസ് പിടിച്ചപ്പോ ഏതോ കൊച്ചിനെ പിടിച്ച് അതിനിടയിലിട്ട് പാവം മനുഷ്യര്. എന്തൊരു കള്ളം, ഇങ്ങനെ കള്ളം കാണിക്കാവോ ജീവിക്കാൻ? ആ പൂക്കൾ ഷട്ടി മേടിക്കാൻ വേണ്ടിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിട്ട്, മക്കൾക്ക് വേണ്ടിട്ട്, അതിനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണിക്കില്ല. ഇതേ അറിയത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ കയറിയാണോ ഇതിനകത്തോട്ടൊക്കെ? PSC ഒക്കെ എഴുതി പാസ്സായി കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരുടെയും കാലും ഒക്കെ പിടിച്ച് ഏതോ ഒരു MLA പുറകെ നടപ്പുണ്ട്. പേരെനിക്കറിയത്തില്ല. എന്തോ ഒരു വല്ലാത്തൊരു പേരാ. പഴയ ബോബനും മോളിലൊക്കെ ഉള്ള ഏതോ കഥാപാത്രത്തിന്റെ പേരുള്ള ഏതൊരു MLA. എന്നിട്ട് പുള്ളിയുടെ സ്ഥലം വെക്കാനാന്ന് പറഞ്ഞ് നടന്നിട്ട് കുറെ പേരൊന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കിട്ടും, ഉടനെ ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. അന്ന് ഫുൾ സ്റ്റോറി വൈറലാ ഇയാളുടെ. അങ്ങനെ നമ്മൾ തിരുവല്ലം ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കുന്നത്. അതോടെ തീരും. ലാസ്റ്റ് ഗെയിം, എൻ ഗെയിം എന്നൊക്കെ പറയത്തില്ലേ, അത്രേ ഉള്ളൂ. അതിനുള്ളതേ ഉള്ളൂ, അതിനുള്ള ബോധമൊക്കെ ഉള്ളു. അല്ല ഇങ്ങനെയൊക്കെ കാണിക്കുവാന്ന് കിടന്ന്. അതിനുള്ള ഒരു മര്യാദ വേണ്ടേ, ഒരു മാന്യത വേണ്ടേ? ഇതെന്തോ കാണിച്ചത്? ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന പണിയാണോ? ഒരു പോലീസുകാരൻ ചെയ്യേണ്ട പണിയാണോ ഇതൊക്കെ? അത് പോലീസുകാരന്റെ പണിയാണോ? 6 ചെയ്യത്തില്ല ഇത്ര മണ്ടത്തിലും. 6 പൊട്ട അലിൻ ജോസ് പേര് ചെയ്യത്തില്ലടൂ. അവന് പിന്നെയും ബോധമുണ്ട്. മോഹൻലാലിനെ പറയാൻ നടക്കത്തില്ല കഥയും കൊണ്ട്. അവനങ്ങ് രാവിലെ എന്നിട്ട് അവരങ്ങ് ചെയ്യത്തേ ഉള്ളൂ വീഡിയോ. ഇവർക്കും അത് ചെയ്താൽ മതിയാണ്. മോഹൻലാലിന്റെ പുറകെ നടന്നാൽ തന്നെ ആരും രക്ഷപ്പെടത്തില്ല. അയാൾ തന്നെ എന്തോ ചെയ്യുന്ന കാശ് നഷ്ടമാവും. കൂടെ നിൽക്കുന്നവർക്ക് തലവേദന. അത് അറിയത്തില്ല. ഈ ഇത് കണ്ടു പോയേക്കോ, സിനിമയൊക്കെ കണ്ടും ആരാധകനല്ലേ, ആരാധകനാണെന്ന്. അപ്പൊ ശരി, ബൈ.